ബ്രെഡ് കൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ട് സ്നാക്സ് ഒക്കെ ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളി ബ്രെഡ് ടോസ്റ്റിന്റെ റെസിപ്പി കേട്ടോ ഇന്നത്തേത്. ഇതുപോലെയല്ല നിങ്ങൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് റെസിപ്പിക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൂടി നമ്മുടെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കല്ലേ. കണ്ടു നോക്കിയാലോ എങ്ങനെ നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗൾ എടുക്കുക കേട്ടോ. നമ്മൾ ബ്രെഡ് നന്നായിട്ട് തന്നെ ഇതിനകത്തൊന്ന് മുക്കിയിട്ടാണല്ലോ നേരെ പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടൊന്ന് മുക്കിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ പരന്ന വലിപ്പമുള്ള ഒരു ബൗൾ വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് ഒരു 3 മുട്ട ചേർത്ത് നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് പാലാണ്. ഞാൻ ഒരു 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. കൂടെ തന്നെ മധുരത്തിനായിട്ട് ഒരു 2-2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ബ്രെഡ് എത്രത്തോളം എടുക്കുന്നുണ്ടോ അതനുസരിച്ച് വേണം കേട്ടോ ഈ ചേരുവകളൊക്കെയും ചേർക്കാനായിട്ട്. മാത്രമല്ല അത്യാവശ്യം വലിപ്പമുള്ള ബ്രെഡാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു അളവ് കറക്റ്റ് ആയിരിക്കും. തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും വേണ്ടി വരില്ല. ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലുണ്ടല്ലോ. നമ്മുടെ ടോസ്റ്റിനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ ഒരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു ടോസ്റ്റ് ചെയ്യാനായിട്ട് 2 ബ്രെഡ്. ആ ഒരു രീതിയിലാണ് നമ്മൾ 2 എണ്ണത്തിന് വേണ്ടിയിട്ട് 4 ബ്രെഡ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ ഒന്നിങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തില്ലാന്ന് കരുതി കുഴപ്പമില്ല, കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. 2 എണ്ണം വെച്ചിട്ടാട്ടോ നമ്മൾ ഒരു ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടും ഇതേപോലെ ഒരേപോലെ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ടോസ്റ്റിന് എത്ര ബ്രെഡ് വേണോ അത് ഇതേപോലെ സൈഡൊക്കെയും കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്കൊന്ന് റെഡിയാക്കി വെക്കാവേ. ഇനിയപ്പോൾ ഒട്ടും സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല. ചൂടായ പാനിലേക്ക് ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ ബട്ടർ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെയും പാലിൻ്റെയും മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഓരോ ബ്രെഡ് ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നുകൂടി മിക്സ് ചെയ്ത് നമ്മുടെ ചൂടായ പാനിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു ബ്രെഡല്ല 2 ബ്രെഡായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ മറ്റൊന്ന് ഇതേപോലെ ഒരേ ലെവലിൽ വരാൻ പാകത്തിന് ഒന്നുകൂടി സെറ്റാക്കി വെക്കുക കേട്ടോ. ഗ്യാസിൻ്റെ ഫ്ലെയിം ഈ സമയത്തൊക്കെയും ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ഒരു സൈഡ് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഒന്നും വേണ്ട, നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ അല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് റെഡിയാക്കി എടുത്താൽ മാത്രം മതി. കണ്ടതാ ഒരു വശമൊക്കെ നന്നായിട്ടൊന്ന് റെഡിയായി കഴിഞ്ഞപ്പോൾ മറിച്ചിട്ട് കൊടുത്ത് രണ്ടാമത്തെ വശവും അതേപോലെ തന്നെ ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഫുൾ ഫ്ലെയിമിൽ വെക്കേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് റെഡിയായിട്ട് വന്നോളും. 2 വശം നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മുരിഞ്ഞ് കളറൊക്കെ ഒന്ന് മാറി റെഡിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കോരി മാറ്റാവുന്നതേ ഉള്ളൂ. കണ്ടോ ഇതേപോലെ നന്നായിട്ട് തന്നെ മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ബ്രെഡും ഇതേപോലെ തന്നെ നമ്മുടെ മിക്സിൽ മുക്കി നല്ല ചൂടായ പാനിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ ഒന്ന് നമ്മുടെ പാനിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നിൻ്റെ മുകളിൽ മറ്റേതായിട്ട് വെച്ച് ഇതേപോലെ ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കാവേ നമുക്ക്. അപ്പോൾ കണ്ടല്ലോ ഇത്ര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളി ടോസ്റ്റ് ആണ്. വേണമെന്നുണ്ടെങ്കിൽ ആ ചൂടോടുകൂടി ഏറ്റവും മുകളിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇല്ലാന്ന് കരുതി ഒരു കുഴപ്പമില്ല. നമ്മുടെ പഞ്ചസാരയുടെ ആ ഒരു മധുരവും അതേപോലെ തന്നെ വാനിലയുടെ ആ ഒരു ഫ്ലേവറും ഒക്കെ ചെല്ലുമ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് തണുത്തൊന്നും പോവാതെ ചെറു ചൂടോടുകൂടി കഴിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് നമ്മുടെ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുക. ബൈ.